എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനേ ഇപ്പം താഴെ നിന്ന് നടക്കാൻ പോയിട്ട് വന്നതാ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നേ? ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. പിന്നീട് എന്താ പറയണത്, എന്തുകൊണ്ട് വലിയ കാര്യത്തിൽ താഴെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഓർത്തതായിരുന്നു. ഇൻട്രോയിൽ പറയണതും മറന്നുപോയി. ഭയങ്കര മറവി കേട്ടോ. എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നു. അഖിൽ മോനാണ് ഇപ്പം ഇന്നും ഫസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതെൻ്റെ ഒരു അനിയൻകുട്ടനാണ്. പിന്നെ സുബീസ് വ്ളോഗ് എന്നും പറഞ്ഞൊരു വ്ളോഗുണ്ടേ. അതെന്ന് പറയുന്നത് പുള്ളിക്കാരി കുവൈറ്റിലായിരുന്ന സമയത്ത്, അത് ഈ കഴിഞ്ഞിടെ എനിക്ക് വന്ന് കമൻ്റ് ഇട്ടത്. അപ്പോൾ കുവൈറ്റിലായിരുന്ന സമയത്ത് മൊത്തം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന, വീഡിയോ കണ്ട് സമയം കളഞ്ഞ ഒരു വ്യക്തിയാണ്. മീൻസ് ഇങ്ങനൊക്കെ വീഡിയോ ഉള്ള അന്ന് തൊട്ടേ കാണുന്നു. പിന്നെ ഇപ്പം നാട്ടിൽ സെറ്റിലായി ഒരു ചാനലൊക്കെ തുടങ്ങി, പുതിയതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങളൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് പോയി സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടം പുള്ളിക്കാരൻ. എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റത്തില്ലേ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചിലപ്പം പാതിരാത്രിക്കായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യത്തേ ഉള്ളൂ. പിന്നെ പിറ്റേന്ന് ഉച്ചയ്ക്കാകുമ്പോൾ കാണാമെന്ന് പറഞ്ഞിരിക്കും. കാരണം അവർ നമ്മുടെ വീഡിയോ കണ്ടു വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളും പോയി സപ്പോർട്ട് ചെയ്യണ്ടേ. അതുകൊണ്ട് ഞാൻ നേരത്തെ ഒന്നും ഇങ്ങനെ ഇത്രയും ചാനലുകളുടെ കാണത്തില്ല. ഇപ്പം 3-4 ചാനലുകൾ നമ്മുടെ കാര്യങ്ങൾ ചാനലിൽ കൂടെ പറയുന്നുണ്ട്. അപ്പം നമ്മളും പറയണ്ടേ. അപ്പം ഈ പുള്ളിക്കാരുടെ ചാനൽ എനിക്ക് കാണാൻ ഒത്തിരി നല്ല ആ പ്രദേശമൊക്കെ കാണാൻ നല്ല ഒരു പച്ചയായ ജീവിതം. നമ്മൾ അതൊക്കെ എനിക്ക് പണ്ടത്തെ ഓർമ്മകളാണ് വരുന്നത്. അപ്പം നമ്മുടെ ജോമാസ് വേൾഡിൻ്റെ കിണർ കുഴിയായിരുന്നു. അപ്പം ഇന്ന് ഞാനത് കണ്ടിട്ട് കമൻ്റ് ഇട്ടില്ല. പണ്ടത്തെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പം ഞങ്ങൾക്കും താഴെ ഒരു കിണറുണ്ടായിരുന്നു. കിണറെന്ന് പറയാനൊക്കത്തില്ല, ഇങ്ങനെ വലിച്ചൊക്കെ എടുക്കുന്ന ഒരു ഇതുപോലെയുള്ളായിരുന്നു. പിന്നെ നമ്മളത് മുകളിൽ, പക്ഷെ ഞങ്ങൾക്കെന്ന് പറയുന്നത് വെള്ളത്തിന് കുഴപ്പമില്ല. കാരണം വയലറം ഭയമുണ്ടേ. അപ്പം അന്നൊക്കെ എന്ത് ഇതായിരുന്നു, വെള്ളം കിട്ടുമോ കാണുമോ അതൊക്കെ ഒരു ചടങ്ങ് പോലായിരുന്നു. അയ്യോ ഒത്തിരി. അപ്പം ഞങ്ങളുടെ കുഞ്ഞിലെയാന്നേ പിന്നെ അവസാനം പ്രഥമനുണ്ടാക്കലും തേങ്ങ പൊട്ടിക്കും അങ്ങനെ കണ്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കുത്തുന്ന സമയത്തുള്ള ടെൻഷൻ നമുക്കറിയാം, വെള്ളം കാണുമോ എന്നുള്ളത്. പിന്നെന്തുവാ, പിന്നെ കുറേ പേര് പണ്ട് തൊട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരുന്നത് ഒത്തിരി പേര്, കുറേ പേരൊക്കെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ചിലർ വന്ന് വാട്സാപ്പിൽ വന്ന് പറയും ചേച്ചി എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന്. ചിലർ വന്ന് പബ്ലിക്കായിട്ട് കമൻ്റ് ഇടും. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ പോയി നോക്കി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്നും 2 ദിവസത്തെ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നത് കേട്ടോ. അതായത് അത് ശനി ഞായറുമാണ്. പിന്നെ പ്രൈസമ്മോൻ്റെ പാട്ട് ഒത്തിരി ഇഷ്ടമായെന്ന് കുറേ പേര് പറഞ്ഞു. പ്രൈസമ്മോനെ ഒത്തിരി നേരം കാണാൻ പറ്റിയതിൽ സന്തോഷം. അങ്ങനെ ഒക്കെ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് അതൊക്കെ കേൾക്കുമ്പം കേട്ടോ. എൻ്റെ ഈ കേട്ടോ എനിക്കൊരു ഹാബിറ്റായിട്ടിരിക്കുക. ചിലർക്കത് ഒരു നിരുത്സാഹമായിട്ട് തോന്നുന്നു. എത്ര പ്രാവശ്യം വീഡിയോ അതിൽ കേട്ടോ നിങ്ങൾ കേട്ടോണ്ടിരിക്കുമല്ലേ, പിന്നെ ഈ കേട്ടോ പറയുന്നത് എന്തിനാ. ഇന്നലെ ബെൻസിയുടെ വീട്ടിൽ പ്രെയർ ആയിരുന്നു കേട്ടോ. കപ്പ ബിരിയാണിയായിരുന്നു. എന്നിട്ട് ഞാനൊരു 11 മണിയാണ് രാത്രി വിളിച്ച് കപ്പ ബിരിയാണി എന്ന് കേട്ടോണ്ടേ എനിക്കങ്ങ് കൊതിയും എന്തോ ഈ തികഞ്ഞോടി എന്നൊക്കെ അറിയാൻ. അവൾ പറഞ്ഞ കൊച്ചോളെ ഇഷ്ടം പോലെ, എന്നെ കൊച്ചുമോളെന്ന് വിളിക്കുന്നത്, ഇഷ്ടം പോലെ തികഞ്ഞു, എല്ലാവർക്കും കൊടുത്തു. ഞാൻ പറഞ്ഞു നിങ്ങൾക്കെല്ലാം വയറിളക്കം ഉണ്ടായി, നിങ്ങളെല്ലാവരും കഴിച്ചില്ലേ. ഇപ്പം തമാശക്കെ. അവൾക്ക് പിന്നെ മേളത്തെ അവരൊക്കെ വന്നാൽ ഹെൽപ്പ് ചെയ്തേ. രാത്രി അവൾ എനിക്കൊരു ഷോർട്ട് വീഡിയോ ഇട്ട് തന്നായിരുന്നു. എനിക്കെന്നല്ല ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. രാത്രി എല്ലാവരും കൂടെ ഉള്ളി പൊളിക്കുന്നതല്ല. അപ്പോൾ എനിക്ക് പണ്ടത്തെ കല്യാണത്തിൻ്റെ ഒക്കെ ഓർമ്മ വന്നത്. പണ്ടൊക്കെ കല്യാണ വീടുകളിൽ നമ്മൾ തന്നെത്താനല്ലായിരുന്നോ കാളെ വാങ്ങിച്ചറപ്പും, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലുള്ളവർ ഉള്ളി പൊളിയും പാചകവും, കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പിട്ടേ രാത്രി അത്താഴ വരുന്നു, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇല്ലായിരുന്നോ. അതൊക്കെ അങ്ങ് ഓർത്ത് പോയി. എനിക്കത് കണ്ടോണ്ടേ കൊതിയായിപ്പോയി അങ്ങനെ ഒന്ന് പോയിരുന്നു ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എനിക്ക് ഒന്നും ഇത്ര കൊതി. പക്ഷേ നമ്മൾ കുറേ വർഷങ്ങൾ കൊണ്ട് ഇവിടെ ഇങ്ങനെ കഴിയുമ്പോൾ നാട്ടിലത്തെ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ.
അപ്പോൾ രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്കൊരു കാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ സ്ഥിരമാണല്ലോ കാബേജ്. അപ്പോൾ കാബേജിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 കറിവേപ്പില ഇങ്ങനെ ഒന്ന് ഊരിയിട്ടിട്ടുണ്ട്, കുഞ്ഞൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇങ്ങനെ കൊത്തി അരിയും. ഇഞ്ചിയും കൂടെ കൊത്തി അരിയുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആ ഒരു കാബേജിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറും. പിന്നെ സവാളയും കൂടെ, സവാള ഞാൻ ഇതിൻ്റെ കൂടെ അരിയുന്നില്ല. അപ്പോൾ ഇന്നങ്ങനെ വലിയ മോരുകറി ഇരിപ്പുണ്ട്, ഇത്തിരി കാത്തോറിനും ഇരിപ്പുണ്ട്. അല്ലാതെ കുറേ ജോലികളായിരുന്നു എനിക്ക്, ഇത്തിരി അടുക്കിപ്പറക്കും ഒതുക്കുമൊക്കെ. അതങ്ങ് കണ്ടിന്യൂസ് ചെയ്യുമല്ലായിരുന്നു, ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് എടുക്കാനും പറ്റിയില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മീൻസ് ഇപ്പം നമ്മൾ ചിന്തിക്കും എനിക്ക് ഇത്രയും കൂടെ നല്ലൊരു ജീവിതം വേണം. ഈ ജീവിതം പറഞ്ഞാൽ ഒരു വീടില്ലാത്തവരാണെങ്കിൽ എനിക്കൊരു വീട് വേണം. ഇപ്പോൾ ഒരു ചെറിയ വീടാണെങ്കിൽ എനിക്കൊരു ഇച്ചിരിയും കൂടെ ഒരു സൗകര്യമുള്ളൊരു വീട്, ഒത്തിരി ആർപ്പാടമല്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നതിനോട് നിങ്ങൾ എതിരഭിപ്രായമുള്ളവരാണോ? അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റല്ലെന്നുള്ളവരാണോ? എൻ്റെ അഭിപ്രായത്തിൽ അത് തെറ്റല്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് ഒരു വാശിയോടെ ജീവിക്കാൻ പറ്റും. അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കും ആ വിഷയം വെച്ച്. ദൈവമേ, ഇപ്പം എനിക്ക് താണ്ട സപ്പോസ് ഒരു 1 BH അപ്പം ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ എനിക്കൊരു 2 BHൻ്റെ വീട് കിട്ടണേ, കാരണം മക്കളൊക്കെ വളർന്നു വരുമോ. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് എനിക്ക് എൻ്റെ കൊക്കിന് ഒതുങ്ങുന്നതല്ലായിരിക്കാം, പക്ഷേ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുറ്റമില്ലല്ലേ. ദൈവം അത് എന്തെങ്കിലും സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുക. ചിലർ പറയാം അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല എന്ന്. നമ്മുടെ കൊക്കിന് ഒതുങ്ങുന്നതിനെ നമ്മൾ ആഗ്രഹിക്കുക, അത് ശരിയാണ്, നമ്മുടെ കൊക്കിന് ഒതുങ്ങുന്നതേ നമ്മൾ ആഗ്രഹിക്കാവൂ. പക്ഷേ നമുക്ക് ആഗ്രഹിക്കുന്നത് കൊണ്ട് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. നമ്മുടെ ആഗ്രഹം ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനും കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മൾ ഇങ്ങനൊരു ചിന്ത നമ്മുടെ ഭർത്താക്കന്മാർക്കാണെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ജീവിതത്തോടൊരു എനിക്കത് വേണമെന്നുള്ളൊരു ചിന്ത വെച്ച് വന്നത് ആ വഴിയെ പോകാമെന്നുള്ളൊരു ജീവിതം ചിലർക്ക് കാണും. ചിലർക്ക് വാശിയോട് എനിക്കത് ഉണ്ടാക്കണമെന്നുള്ള രീതിയിൽ ജീവിക്കും. ഇത് മാത്രമായിരിക്കണമെന്നല്ല ജീവിതത്തിൽ. നമ്മൾ ദൈവത്തെയും വിളിക്കണം, ആത്മീയമായിട്ടും മുന്നോട്ട് പോകണം. അല്ലാതെ ഇങ്ങനെ പണം മാത്രം വേണമെന്നുള്ള ചിന്തയല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതിനോട് ഒരു എതിർപ്പ് ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ മക്കൾക്കാണെങ്കിലും ഒരു മുന്നോട്ടൊരു എനിക്കിങ്ങനെ പഠിക്കണം, ഇങ്ങനെ നല്ല ജോലി കിട്ടണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് ചിന്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. വരുന്നത് പോലെ വരട്ടെ, ദൈവം തരുന്നതുപോലെ തരട്ടെ, അങ്ങനെ ഇരുന്നാലും പറ്റുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ കേട്ടോ നിങ്ങൾക്കത് കേട്ട് തന്നെ ദേഷ്യം വരും, ഈ കേട്ടോ പറച്ചിലല്ലേ. ഞാനതുകൊണ്ട് പറയുന്നത് നമുക്കൊരു ആഗ്രഹം വേണം എപ്പോഴും എന്തിനെപ്പറ്റി. അത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരങ്ങനെ ചിന്തിച്ചോ, പോസിറ്റീവായിട്ട് എടുക്കുന്നവരങ്ങനെ എടുത്തോ കേട്ടോ. അപ്പം ഞാൻ തോരനൊക്കെ അടപ്പത്ത് വെച്ചിട്ടേ 2-3 നാരങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് പിഴിയാന്ന് വെച്ച്. അപ്പോൾ ഇച്ചിരി പനങ്കൽക്കണ്ടം ഉണ്ടായിരുന്നു, അതാ ഞാൻ എടുത്തേക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരം. പിന്നെ ഒരു ഇച്ചിരി ഹണിയും കൂടെ ഒഴിക്കുന്നുണ്ട്. ആ പനങ്കൽക്കണ്ടം അത്രേ ഉള്ളായിരുന്നു, അതിൻ്റെ മധുരം പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഹണി ഒഴിച്ച് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റ്, ഒരു ഇച്ചിരി ഉപ്പും ചേർക്കും. അങ്ങനെ നാരങ്ങ വെള്ളം റെഡി. ഇതെന്തുവാന്നോ, ഞാനാണെങ്കിൽ എല്ലാം അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, റീച്ചാണെങ്കിൽ ഒരു സൈസ് ഗ്യാസ് മിഠായി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച്, മമ്മി ഞാൻ ഒരെണ്ണം എടുത്തോട്ടെ എന്ന്. ഞാൻ പറഞ്ഞാൽ എടുത്തോളാൻ. അപ്പോൾ ഇരുന്ന് എന്തെങ്ങാണ്ട് പറയുകയും ചെയ്യുന്നു. ഞാൻ എന്തായാലും ചൊവ്വിനൊന്ന് ശ്രദ്ധിച്ചോണേ, എന്തുവാ ഓരോ നക്കല്ലും എണ്ണുക. അപ്പം ഞാൻ ആ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാൻ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിടാ അത് വൃത്തിയായിടാ, അങ്ങനെ കൈ വെച്ച് അങ്ങനെ നക്കല്ല് മൊത്തത്തിൽ വായി ഇടന്ന്, അങ്ങനെ മൊത്തത്തിൽ വായി ഇടിപ്പിച്ച്.
അങ്ങനെ മീൻ ഞാൻ അന്ന് മസാല പുരട്ടി വെച്ചില്ലേ, ആ മീനൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയും കാണിക്കുന്നത് നമ്മുടെ ഈ 2 ആക്ഷൻ സോങ് മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലേ, അന്ന് പിള്ളേർക്ക് പിന്നെ സൺഡേ സ്കൂളിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരെ വിളിച്ച് എക്സാം നടത്തുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള പിള്ളേർ ബോറടിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട് എടുത്ത വീഡിയോയാണ് ഇത്. അത് എനിക്ക് അയച്ചു തന്നെയാണ്. അങ്ങനെ ഞാനത് ഇട്ടത്. എൻ്റെ അടുത്ത് പറഞ്ഞു, വിജിക്ക് വേണമായിരുന്നെങ്കിൽ ഞാൻ വേറെ നല്ല വീഡിയോ ഒക്കെ എടുത്തേനെ ആയിരുന്നല്ലോ എന്ന്. അപ്പോൾ ഉള്ളത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുക കേട്ടോ. Ride on the cavalry, shoot the artillery. I may never zoom on my enemy, but I'm in the Lord's army. Yes, sir. I'm in the Lord's army. Yes, sir. I'm in the Lord's army. Yes, sir. I may never march in the infantry, ride on the cavalry, shoot the artillery. I may never zoom on my enemy, but I'm in the Lord's army. Yes, sir. मेरा प्रभु मेरा परमेश्वर, जीवन का मालिक है तू. मेरा प्रभु मेरा परमेश्वर, जीवन का मालिक है तू. Aber she's pulling me. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഈ പിള്ളേരുടെ എക്സാം സമയത്ത് അവിടെ വെറുതെ പിള്ളേർ വെളിയിൽ നിന്നുകൊണ്ടേ എൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത വീഡിയോ പിള്ളേരെയും കൊണ്ട് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ അവിടെ അന്താക്ഷരി എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ പാട്ട് പാടിയുള്ള അന്താക്ഷരി കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് സൺഡേയിലെത്തിയാണ്. പ്രൈസം മോൻ ഓരോ സ്റ്റൈൽ കാണിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാം എൻ്റെ വീഡിയോ എടുക്കുക, എൻ്റെ ഫോട്ടോ എടുക്കുന്നൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ചർച്ചിലെ സാറക്കുട്ടിയാണ്. ഞങ്ങളിപ്പോൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി നിൽക്കും. അപ്പോൾ എല്ലാവരും കൂടെ വെളിയിൽ നിന്നുണ്ടേ ഇച്ചിരി വീഡിയോ ഞാൻ എടുത്തത് അവിടെയൊക്കെ ഉള്ളത്. ഫുള്ളിങ്ങനെ ലൈറ്റായിട്ട് നല്ല രസമായിരുന്നത്. ഇവിടെ കണ്ടു ഇതിവിടെ ഒക്കെ നല്ല അതിൻ്റെ ഇവരെടുത്തു തോന്നുന്നു കേട്ടോ, മാറ്റി കുറേയൊക്കെ. അവിടെ ബിജി ശ്രദ്ധിച്ചില്ലേ ഇവിടെ രാത്രി തറയിലൊക്കെ ലൈറ്റിംഗ് ഉണ്ടായിരുന്നു ഞാൻ, പക്ഷെ ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. പുറകിലോട്ടല്ലായിരുന്നു, ഇത് ഇങ്ങോട്ട് തിരിച്ചായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഇതെന്ന് പറയുന്നത് അവിടെ അന്ന് പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ ചിന്തിച്ച് അവിടെ ഒരു ടാർപ്പ പോലെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് വിജി അവരൊക്കെ അന്ന് വൈകിട്ട് ഇതെല്ലാം കണ്ടായിരുന്നു. അപ്പം ഞാൻ ആ തറയിലുള്ള ഇതുവരെ അതൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല അവർ അന്നത്തെ ആ ക്രിസ്മസിൻ്റെ. അപ്പം ഇപ്പോൾ ആ അയ്യത്തോട്ട് പോയി എടുത്തതാണ് കുറച്ച്. ഒത്തിരി ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നത്. കാണാൻ ലൈറ്റൊക്കെ ഇട്ട് രാത്രി നല്ല ഭംഗിയായിരുന്നു വിജയെ എടുക്കാൻ. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, പക്ഷെ അത് തിരിച്ച് ഇപ്പുറത്തോട്ടുള്ള വഴിയിലായിരുന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ റോഡിലോട്ടുള്ള സൈഡിലല്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ചൊക്കെ ഇപ്പം ഒന്ന് എടുത്തതാണ്. രാത്രിയിലായിരുന്നെങ്കിൽ അവിടെ ആ തറയോട് പറ്റി നല്ല ലൈറ്റിങ്ങും ബൾബും ഒക്കെയാണ്. അപ്പം നല്ലൊരു രസം ഉണ്ടായിരുന്നു കാണാൻ. എൻ്റെ അടുത്ത് പറഞ്ഞ് ബിജിക്ക് ഇങ്ങനെ യൂട്യൂബ് ഇടണമെന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് എന്നോട് പറയാൻ ഞാൻ പിള്ളേരുടെയൊക്കെ കൂടെ ആയിരുന്നല്ലോ, ഞാൻ കുറേയൊക്കെ വീഡിയോ എടുത്ത് തരാമായിരുന്നെന്ന്. അപ്പോൾ പ്രൈസമോ വന്ന് വണ്ടിക്കകത്തൊക്കെ കയറിയിരുന്നു. ഇന്ന് അവനങ്ങ് ഇതായിരുന്നു, എൻ്റെ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുമെന്നും പറഞ്ഞു. അങ്ങനെ വൈകിട്ട് വന്ന് മോരുകറിയും തോരനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം പിള്ളേർക്ക് പറഞ്ഞു എന്നാൽ ഇന്ന് വെളിയിൽ നിന്ന് വാങ്ങിക്കാമെന്ന്. അപ്പോൾ അവർക്ക് നൂഡിൽസ് വാങ്ങിച്ച്, എനിക്ക് ഫ്രൈഡ് റൈസും വാങ്ങിച്ചു. എനിക്ക് നൂഡിൽസിനോട് അത്ര ഇതില്ല. അപ്പോൾ ഫ്രൈഡ് റൈസ് വാങ്ങിച്ച് അതും കഴിച്ച് എല്ലാവർക്കും ഇതാണ് ഇന്ന് കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ
നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കെന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സി യു. ചക്കര ഉമ്മ.